മറ്റൊരു വാർത്ത നോക്കാം. തിരുവനന്തപുരത്ത് ബി.ജെ.പി കൗൺസിലർ തൂങ്ങി മരിച്ചു. തിരുമല കൗൺസിലർ കെ അനിൽകുമാറാണ് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ബി.ജെ.പിക്കെതിരെ അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു. എന്നാൽ പാർട്ടി സംരക്ഷിച്ചില്ലെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, ആത്മഹത്യാക്കുറിപ്പിൽ എത്രത്തോളം രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്? എങ്ങനെയാണ് ജില്ലാ ബി.ജെ.പി നേതൃത്വം പ്രതികരിക്കുന്നത്? അപർണ, ഇന്ന് രാവിലെ 10:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 8 മണിയോടുകൂടി ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം 10 മണിയോടുകൂടി ഓഫീസിൽ ജീവനക്കാരെത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. ആത്മഹത്യാക്കുറിപ്പും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിലവിൽ മറ്റ് ബാങ്കുമായി ചേർന്നിട്ടുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിൽ വ്യക്തതയില്ല. മാത്രമല്ല മറ്റ് മാനസിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അടക്കം ആത്മഹത്യാക്കുറിപ്പിൽ സൂചനയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പ് പോലീസ് പുറത്തേക്ക് വിട്ടിട്ടില്ല. മാത്രമല്ല നിലവിൽ ഇദ്ദേഹം ഒരു ഫാം ക്യൂ എന്നൊരു ബാങ്കുമായി ചേർന്ന് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു ഫാം ക്യൂ എന്നൊരു ബാങ്കുണ്ട്. ആ ബാങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും പിന്നെ ഒപ്പം തന്നെ മറ്റ് മാനസിക ബുദ്ധിമുട്ടുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 10:30 ആണ് ഈ ഒരു ഓഫീസിലേക്ക് എത്തിയ ജീവനക്കാർ ഇദ്ദേഹത്തെ കാണുകയും ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും പോലീസ് നിലവിൽ മൃതദേഹം ഈ ഓഫീസിൽ തന്നെയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരും മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനും ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് ബി.ജെ.പി കൗൺസിലേഴ്സും ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ഞെട്ടലോടെ കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറം ലോകം അറിഞ്ഞത്. കാരണം ഓഫീസിനകത്ത് തൂങ്ങി മരിക്കുക, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ച ഓഫീസിനകത്ത് തൂങ്ങി മരിക്കുക എന്ന് പറയുന്നത് കൂടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും ഒപ്പം തന്നെ ഈ ഒരു കൗൺസിലേഴ്സിനും മറ്റ് കൗൺസിലേഴ്സിനടക്കം ഞെട്ടലുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. മാത്രമല്ല ഇതൊരു ഒട്ടും പ്രതീക്ഷിക്കാതെ, അതായത് സാമ്പത്തിക പ്രശ്നങ്ങളല്ലാതെ മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികളും മറ്റും പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ ഇവിടുന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും അതിൽ കൂടുതൽ വ്യക്തത വരിക. മാത്രമല്ല ഈ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ആത്മഹത്യാക്കുറിപ്പിൽ വിശദീകരിക്കുന്നതനുസരിച്ച് മാനസിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയുന്നത് ഇതിലൊരു കൃത്യതയില്ല. ഇതിൽ നമുക്ക് സൂചനകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. നിലവിൽ പോലീസ് നടപടികൾ പുരോഗമിക്കുകയാണ്. സാരംഗ്, ഇങ്ങനൊരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് ആത്മഹത്യ, അപ്പം നേരത്തെ ഈ വിഷയം ഏത് തരത്തിലായിരുന്നു അനിൽ ഉന്നയിച്ചിരുന്നത്? കുടുംബമടക്കം ഒരുപക്ഷെ കൂടെയുള്ളവരടക്കം ഇത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ ഈ സമയത്തുണ്ടോ? പല ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു വ്യക്തത കുറവുണ്ട്. മാത്രമല്ല ഒരു ബി.ജെ.പി നേതൃത്വം ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പരാമർശം നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്കുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് അവരുടെ വിശദീകരണം. മാത്രമല്ല ഇത് 2 ദിവസം മുമ്പ് അടക്കം FBയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം നേതൃത്വം നൽകി. അതൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അദ്ദേഹം അങ്ങനത്തെ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിക്കൊണ്ട് മുന്നോട്ട് പോയൊരു ബാങ്കാണ് എന്നാണ് ബി.ജെ.പി നേതൃത്വം അടക്കം നൽകുന്ന വിശദീകരണം. ഇതിനൊപ്പം തന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് മാനസിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട് എന്നും ഇത്തരത്തിൽ ഇതേപോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ അതിനെപ്പറ്റി സൂചനകൾ ഉണ്ടെന്നാണ്. സാരംഗിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട വാർത്ത. തിരുവനന്തപുരത്തെ ബി.ജെ.പി കൗൺസിലർ ജീവൻ ഒടുക്കിയിരിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ ബി.ജെ.പിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ട്. കൗൺസിലർ തിരുമല കൗൺസിലർ കെ അനിൽകുമാറാണ് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ചത്. അനിൽ നേരത്തെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ഇതിൽ ബി.ജെ.പിക്കെതിരെ പരാമർശമുണ്ടെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇതിൽ പാർട്ടി സംരക്ഷിച്ചില്ല എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. കൂടുതൽ സ്ഥിരീകരിക്കാനുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. സാരംഗ്, ഒരിക്കൽ കൂടി ആ ആത്മഹത്യാക്കുറിപ്പിലേക്ക് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, ഇത് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളിലൂടെ കടന്നു പോയിരുന്നോ അനിൽ? അത് അറിയിച്ചിരുന്നോ പാർട്ടിയെ? അറിയിച്ചിട്ടും പാർട്ടി സംരക്ഷിച്ചിട്ടില്ല എന്നുകൂടിയാണോ?
അപർണ, ഇതിൽ ഒരു ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു സാമ്പത്തികമായ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നും, പക്ഷേ അത് BJP നേതൃത്വം പൂർണ്ണമായും തള്ളിയിരിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു വ്യക്തതക്കുറവുണ്ട്. കാരണം ബാങ്കുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നൊക്കെ ഇപ്പോൾ നിലവിൽ BJP അംഗങ്ങളടക്കം അത് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. പക്ഷേ ആത്മഹത്യക്കുറിപ്പിൽ ഇങ്ങനെ ഒരു വിമർശനമുണ്ട്. അത്തരത്തിലുണ്ടായിട്ടുള്ളൊരു മാനസിക ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു ദാരുണമായ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്താൻ കാരണം എന്നുള്ള സൂചനകൾ മാത്രമാണ്. കാരണം ഇതിലൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നടക്കാൻ കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. കാരണം ഇൻക്വസ്റ്റ് നടപടികളും മറ്റും പുരോഗമിക്കുകയാണ്. മൃതദേഹം ഇവിടുന്ന് മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവും BJP നേതൃത്വമടക്കം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിലനിൽക്കുന്നതെല്ലാം ഈ ഒരു ആത്മഹത്യക്കുറിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഊഹാപോഹങ്ങൾ മാത്രമെന്നാണ് പോലീസ് പ്രതികരിക്കുന്നത്. കാരണം ഇതിൽ മാനസിക ബുദ്ധിമുട്ടും ഒപ്പം ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം കൂടുതൽ സ്ഥിരീകരണം വരാനുണ്ട്. ഇപ്പോൾ അതിൽ കൂടുതലും ഊഹാപോഹങ്ങൾ വരുന്നു എന്ന് കൂടിയാണ് സാരംഗ് പറയുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നാൽ മാത്രമാണ് ഈ കാര്യത്തിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കഴിയുക. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി വി ജോയ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വി ജോയ്, തിരുമല കൗൺസിലർ ആത്മഹത്യ ചെയ്തത് BJPയുടെ കൗൺസിലർ ആത്മഹത്യ ചെയ്യുക, BJPക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുണ്ട് എന്നുള്ളൊരു വാർത്ത ഈ സമയത്ത് വരികയാണ്. അത് അനിൽ, അതായത് ആത്മഹത്യ ചെയ്ത അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്നു, BJP പാർട്ടി സംരക്ഷിച്ചിട്ടില്ല എന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു എന്നുള്ളതാണ്. ഈ വാർത്തകൾ സ്ഥിരീകരിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ സ്വാഭാവികമായിട്ടും അത്തരം എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു അറിവുണ്ടാകുമല്ലോ. അല്ല, BJPയുടെ കൗൺസിലർ പ്രസിഡന്റ് ആയിട്ടുള്ള സഹകരണ സംഘം സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണ്. അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിന്നത്. ഡെപ്പോസിറ്റർമാർ സ്ഥിരമായിട്ട് കൗൺസിലറുടെ വീട്ടിൽ വരികയും ബഹളം ഉണ്ടാക്കുകയും പണം തിരിച്ചാവശ്യപ്പെടുകയും ചെയ്തു. അവിടെ നിക്ഷേപിച്ച പണമെല്ലാം BJPക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടത്ര ജാഗ്രതയില്ലാതെ, ആവശ്യമായിട്ടുള്ള ഷുവർട്ടി ഇല്ലാതെ കൊടുക്കുകയാണ് ചെയ്തത്. ഇത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പൊ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് BJP നേതൃത്വത്തോട് നിരവധി പ്രാവശ്യം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും സഹായിച്ചില്ല എന്നുള്ളതാണ്. BJP പൊതുവെ ഈ 36 കൗൺസിലർമാർ അവർക്കുള്ളതില് ഈ കൗൺസിലർമാര് എല്ലാവരും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ അവര് ഇത്തരം ചില കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതാണ് പൊതുവായിട്ടുള്ള ഒരു സാഹചര്യം. ഓരോരുത്തരെ എടുത്താൽ നമുക്ക് ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇപ്പൊ മരണപ്പെട്ടു പോയ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ പറയുന്നത് ഒരു ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായിരുന്നാലും ജനങ്ങളുടെ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ദാരുണമായിട്ടുള്ള ഈ സംഭവം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ വിഷയം നേരത്തെ തന്നെ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് എന്നുകൂടിയാണ് അല്ലേ? അല്ല, ഇത്തരം ചില കാര്യങ്ങൾ ഈ ഡെപ്പോസിറ്റർമാര് പലപ്പോഴായിട്ട് പ്രാദേശികമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പണം നിക്ഷേപിച്ചിട്ട് പണം തിരിച്ചു കിട്ടുന്നില്ല, അപ്പോൾ ഒരു ഡേറ്റ് പറയുകയാണ്, ആ ഡേറ്റിന് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്തരം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കൗൺസിലിലും ചില കാര്യങ്ങൾ മറ്റേ കൗൺസിലർമാർ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ.